ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, യേശു തൻ്റെ 72 ശിഷ്യന്മാരെ താൻ പോകേണ്ട പട്ടണങ്ങളിലേക്ക് തനിക്ക് മുമ്പേ അയക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രധാന വിഷയം. ആത്മീയ അർത്ഥത്തിൽ ഇത് ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ്. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിൻ്റെ 70 പിൻതലമുറക്കാർ ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ അവനോടൊപ്പം ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലേക്ക് താമസം മാറുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ 70 ശ്രേഷ്ഠന്മാർ മോശയോടൊപ്പം ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് സീനായ് മലയിലേക്ക് കയറുന്നതും ദൈവവുമായി ഉടമ്പടി ഉറപ്പിക്കുന്നതും അങ്ങനെ ഇസ്രായേലിൻ്റെ പുതിയ ജീവിതക്രമത്തിന് ആരംഭം കുറിക്കുന്നതും കാണുന്നുണ്ട്. അതുപോലെ യേശു 72 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് ലോകത്തിനായി ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ പുത്രന്മാരുടെ വംശാവലി വിവരിക്കുന്നിടത്ത് 70 വംശങ്ങളെ പരാമർശിക്കുന്നുണ്ട്. ഇന്നത്തെ ലോക ജനത മുഴുവൻ നോഹയുടെ ഈ സന്തതി പരമ്പരയുടെ പിൻഗാമികളാണ്. ആ അർത്ഥത്തിൽ 70 എന്നത് സാർവത്രികതയെ സൂചിപ്പിക്കുന്നു. അതായത് ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ സഹായിക്കുന്ന സുവിശേഷം മുഴുവൻ ജനതയോടും പ്രസംഗിക്കണമെന്ന് 72 എന്ന സംഖ്യ സൂചിപ്പിക്കുന്നു. അങ്ങനെ യേശു 72 പേരെ തിരഞ്ഞെടുത്ത് അയക്കുന്നു. എന്താണ് അവരുടെ ദൗത്യം? ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് ജനത്തെ ഒരുക്കുക എന്നതായിരുന്നു അവരുടെ ദൗത്യം. ഇതുതന്നെയാണ് നമ്മുടെയും ദൗത്യം. ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനും അനുഭവിക്കുവാനും മറ്റുള്ളവരെ പ്രാപ്തരാക്കുക. അതിന് അവരെ തിരഞ്ഞെടുത്തപ്പോൾ അവരുടെ യോഗ്യതകൾ അവിടെ മാനദണ്ഡമാകുന്നില്ല. യേശു സ്വതന്ത്രമായി 72 പേരെ തിരഞ്ഞെടുക്കുകയാണ്. നമ്മുടെ യോഗ്യതയല്ല, അവൻ്റെ തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിനോട് നമ്മൾ സഹകരിക്കുക എന്നതാണ് പ്രധാനം. അവൻ അവരോട് തന്നെ പറയുന്നത് ശ്രദ്ധിക്കുക: കൊയ്ത്തു വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഇവിടെ കൊയ്ത്ത് എന്ന ചിത്രം വളരെ പ്രബോധനപരവും പഴയ നിയമത്തിലെ പ്രവാചക ഗ്രന്ഥങ്ങളിൽ വേരൂന്നിയതുമാണ്. ജോയേൽ പ്രവചനവും മിക്ക പ്രവചനവും പറയുന്നതനുസരിച്ച് വിളവെടുപ്പ് ന്യായവിധിയുടെ സമയത്തെ സൂചിപ്പിക്കുന്നു. യേശു ഇവിടെ ഉപയോഗിക്കുന്നതാകട്ടെ സുവിശേഷത്തിന്റെ പ്രവർത്തനത്തെയും സഭയുടെ ദൗത്യത്തെയും സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. വിളവെടുപ്പിന്റെ ചിത്രം ഉപയോഗിക്കുന്നതിലൂടെ ന്യായവിധിക്കുള്ള സമയം കുറവായതിനാൽ ക്രിസ്തുവിനായി കളപ്പുര നിറയ്ക്കാൻ എല്ലാവരും വിളവെടുപ്പിൽ പങ്കാളികളാകണമെന്ന ആവശ്യകതയും അടിയന്തര പ്രാധാന്യത്തെയും യേശു അറിയിക്കുകയാണ്. എല്ലാവരും പങ്കാളികളാകണം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ഇതിന് അപര്യാപ്തരാണ് എന്ന ചിന്തയാണ് വരാറുള്ളത്. ഓരോ ശിഷ്യനും തനിക്ക് ലഭിച്ച യേശുവിൻ്റെ അനുഭവം മറ്റുള്ളവരുമായി പങ്കിടുന്ന ഒരു മിഷണറിയാകാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. സമരിയാക്കാരി സ്ത്രീയെ അതിൽ മാതൃകയാക്കാം. അവൾക്കുണ്ടായ ക്രിസ്തു അനുഭവം പറഞ്ഞു നടന്നു. അതുകൊണ്ട് ഒരു മിഷണറി ആയിരിക്കുക എന്നത് ശിഷ്യത്വത്തിന് അടിസ്ഥാനപരവും അനിവാര്യവുമായ ഘടകമാണ്. അതിനാൽ ക്രിസ്ത്യാനി ആയിരിക്കുക എന്നതിന് 2 മാനങ്ങളുണ്ട്: ശിഷ്യത്വവും മിഷണറി പ്രവർത്തനവും. ഒരു ഉത്തമ ശിഷ്യനായിരിക്കുന്നവൻ ഉത്തമ മിഷണറിയും ആയിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മിഷണറി തീഷ്ണതയോടെ ഈ വെല്ലുവിളി നമുക്ക് ഏറ്റെടുക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് യേശുവിൻ്റെ കൈകളും കാലുകളും ശബ്ദവും സ്പർശനവും ഒക്കെയാകാം. അങ്ങനെ അവർക്ക് ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടാനും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കഴിയുമാറാകട്ടെ. ഇനി എങ്ങനെയാണ് അവർ യേശുവിനെ കണ്ടുമുട്ടാൻ വഴിയൊരുക്കിയത് എന്നുകൂടെ ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. അവരുടെ ദൗത്യം കഴിഞ്ഞ് അവർ വന്ന് യേശുവിനോട് പറയുന്ന വാക്കുകളിൽ നിന്ന് നമുക്കത് കണ്ടെത്താൻ കഴിയും. അവർ പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും സംഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണിത്. പലപ്പോഴും പിശാച് എന്ന് പറയുന്നത് കെട്ടുകഥയായിട്ടാണ് കരുതുന്നത്. അപ്രകാരം അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിനേക്കാൾ ബുദ്ധിമാനാണെന്ന് കരുതുന്നു എന്ന് വേണം പറയാൻ. കാരണം യേശു നമ്മോട് പറയുന്നത് അവ യാഥാർത്ഥ്യങ്ങളാണ് എന്നാണ്. യേശു കള്ളം പറയുന്നതോ അല്ലെങ്കിൽ മതിഭ്രമമോ അല്ല. സ്വർഗം, നരകം, പിശാച് എന്നിവയെപ്പറ്റി വിദഗ്ധമായി സംസാരിക്കാൻ യേശുവിനേക്കാൾ മറ്റാരുമില്ല. ബ്രിട്ടീഷ് എഴുത്തുകാരനും ദൈവശാസ്ത്രജ്ഞനുമായ C.S. ലൂയിസ് തൻ്റെ ക്ലാസിക് പുസ്തകമായ ദി സ്ക്രൂടേപ്പ് ലെറ്റേഴ്സിൽ സാത്താൻ 2 തെറ്റുകളിൽ
ഒരുപോലെ സന്തോഷിക്കുന്നുവെന്ന് പറയുന്നുണ്ട്. അവനോടുള്ള അമിതമായ താല്പര്യവും അവൻ്റെ അസ്തിത്വ നിഷേധവും. ജീവിതം ആത്മീയ യുദ്ധമാണ്. ഒരു യുദ്ധത്തിൽ തോൽക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള 2 വഴികൾ നിങ്ങളുടെ ശത്രുവിനെ അമിതമായി വിലയിരുത്തുകയോ അല്ലെങ്കിൽ വളരെയധികം കുറച്ചു കാണുകയോ ചെയ്യുക എന്നതാണ്. ഇന്ന് പിശാചിനെപ്പറ്റി രണ്ടാമത്തെ തെറ്റ് ആദ്യത്തേതിനേക്കാൾ 1000 മടങ്ങ് കൂടുതലാണ് എന്നതാണ് സത്യം. അതായത് പിശാചിനെ വളരെയധികം വില കുറച്ച് കാണുന്നു. എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ പിശാചുക്കളുടെ അസ്തിത്വത്തെ നിഷേധിക്കുന്നത്? കാരണം ശാസ്ത്രം വികസിച്ചു എന്ന മറുപടിയൊക്കെയാണ് പറയുന്നത്. ഏത് ശാസ്ത്രത്തിനാണ് പിശാചുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുക? വൈറസിനെ പോലെ അവയ്ക്കും ഒരു രാസപരിശോധനയുണ്ടോ? ഒരു വിദൂര നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം പോലെ അവ ഒരു സ്പെക്ട്രോസ്കോപ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? ഏത് ശാസ്ത്രീയ കണ്ടുപിടുത്തമാണ് പിശാചുക്കളുടെ അസ്തിത്വത്തെ നിരാകരിച്ചത്? ഒന്നുമില്ല. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് എന്ന് വിശുദ്ധ ഗ്രന്ഥം അടിവരയിട്ട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന്റെ ഈ വെളിച്ചത്തിൽ പിശാചിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ഒരല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അനേക വർഷം റോമിൽ പ്രധാനപ്പെട്ട ഭൂതോച്ചാടകനായി പ്രവർത്തിച്ച ഫാദർ അമോർത്തിന്റെ പഠനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്. പിശാചിന്റെ പ്രവർത്തനങ്ങളെ 2 തരത്തിൽ തരംതിരിക്കാം: സാധാരണം, അസാധാരണം. സാധാരണം എന്നാൽ പിശാചുക്കളുടെ തികച്ചും പൊതുവായ പ്രവൃത്തിയായ പ്രലോഭനമാണിത്. ഇത് സകല മനുഷ്യർക്കും എതിരായിട്ടുള്ളതാണ്. എന്നാൽ അസാധാരണമായ പ്രവൃത്തികളെ 6 തിരിച്ചിട്ടുണ്ട്. 1. സാത്താൻ സൃഷ്ടിക്കുന്ന ബാഹ്യമായ ശാരീരിക വേദന. അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ നിന്നാണ് നാം ഇതിനെക്കുറിച്ച് അറിയുന്നത്. കുരിശിന്റെ വിശുദ്ധ പൗലോസ്, ജോൺ മരിയ വിയാനി, പാതിരി പിയോ തുടങ്ങിയവരും മറ്റനേകം വിശുദ്ധരും പിശാചുക്കളാൽ അടിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും പ്രഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബാഹ്യമായ ഈ പീഡ ആത്മാവിനെ ബാധിക്കില്ല. അതുകൊണ്ട് ഇക്കാര്യങ്ങൾക്കൊരിക്കലും ഒരു ഭൂതോച്ചാടനത്തിന്റെ ആവശ്യമുണ്ടാകാറില്ല. പ്രാർത്ഥന മാത്രം മതിയാകും. 2. പൈശാചിക ബാധ, പൊസഷൻ. ശരീരത്തിന്റെ പൂർണ്ണ ഉടമസ്ഥത സാത്താൻ ഏറ്റെടുക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഒരിക്കലും ആത്മാവിന്റെ ഉടമസ്ഥതയല്ല. ഇരയുടെ അറിവോ സമ്മതമോ കൂടാതെ പിശാച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ബാധയുള്ള വ്യക്തി ധാർമ്മികമായി കുറ്റക്കാരനല്ല. വളരെ ഗൗരവമുള്ളതും ശ്രദ്ധേയവുമായ പൈശാചിക ബാധയുടെ ഒരു രൂപമാണിത്. മറുഭാഷയിലുള്ള സംസാരം, അസാധാരണമായ കരുത്ത്, അറിയപ്പെടാത്തവയെ വെളിപ്പെടുത്താനുള്ള കഴിവ് എന്നിവയാണ് ബാധയുടെ ലക്ഷണങ്ങളിൽപ്പെട്ടവ. ഗരസേനരുടെ നാട്ടിൽ കണ്ടെത്തിയ മനുഷ്യൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ പൈശാചിക ബാധയ്ക്കുള്ള വ്യക്തമായ ഉദാഹരണമാണ്. ജ്ഞാനസ്നാനമേറ്റ ഒരു ക്രിസ്ത്യാനിക്ക് അവന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി ഒരു പൈശാചിക ബാധ ഉണ്ടാകില്ല. ഓജോ ബോർഡ് പോലുള്ള നിഗൂഢവും വിലക്കപ്പെട്ടതുമായ എന്തെങ്കിലും ഉപാധി വഴി അല്ലെങ്കിൽ നേരിട്ടോ പരോക്ഷമായോ ഒരു ബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ ബാധ ഉണ്ടാകൂ. 3. പൈശാചിക പീഡനം, ഒപ്രഷൻ. ഗൗരവമായ രോഗങ്ങൾ മുതൽ ലഘുവായ രോഗങ്ങൾ വരെയുള്ള വ്യത്യസ്തങ്ങളായ ലക്ഷണങ്ങൾ പൈശാചിക പീഡകളിൽ സംഭവിക്കാറുണ്ട്. ഇവിടെ ബാധയോ സുബോധം നശിക്കലോ നിയന്ത്രണമില്ലാത്ത പ്രവൃത്തിയോ വാക്കോ ഉണ്ടാകാറില്ല. ഇത്തരം പൈശാചിക പീഡയുടെ ധാരാളം ഉദാഹരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്നുണ്ട്. അതിലൊന്ന് ജോബാണ്. അദ്ദേഹത്തിന് പിശാച് ബാധയുണ്ടായിരുന്നില്ല. പക്ഷേ ജോബിന് മക്കളും വസ്തുവകകളും ആരോഗ്യവുമെല്ലാം നഷ്ടമായി. ഈശോ സൗഖ്യം നൽകിയ കൂനുള്ള സ്ത്രീയും ബധിരനും മൂകനുമായ മനുഷ്യനും പൂർണ്ണമായും പിശാച് ബാധിതരായിരുന്നില്ല. പക്ഷേ ശാരീരിക അസ്വസ്ഥത സൃഷ്ടിച്ച പൈശാചിക സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായും വിശുദ്ധ പൗലോസിന് പൈശാചിക ബാധ ഉണ്ടായിരുന്നില്ല. പക്ഷേ വേദന ഉളവാക്കിയിരുന്ന പൈശാചിക പീഡനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിന്റെ ദൂതൻ. ഈ പീഡയുടെ ഉത്ഭവസ്ഥാനം പൈശാചികമാണ് എന്നതിൽ സംശയിക്കേണ്ടതില്ല. 4. പിശാചിന്റെ ഉപദ്രവം, ഒബ്സഷൻ. ഇരയ്ക്ക് എളുപ്പം സ്വതന്ത്രനാകാൻ സാധിക്കാത്ത സ്വഭാവത്തോടു കൂടിയ, ചിലപ്പോൾ തികച്ചും യുക്തിരഹിതമായ, തുടർച്ചയായതും അല്ലാത്തതുമായ ദുഷ്ചിന്തകളുടെ പെട്ടെന്നുള്ള ആക്രമണങ്ങൾ ഇതിന്റെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് ഉപദ്രവിക്കപ്പെടുന്ന വ്യക്തി നിരന്തരമായ വിഷാദത്തിലും നിരാശയിലും ആത്മഹത്യാ പ്രവണതയിലുമാണ് ജീവിക്കുന്നത്. മിക്കപ്പോഴും ഈ ഉപദ്രവം സ്വപ്നങ്ങളെ സ്വാധീനിക്കുന്നു. മനഃശാസ്ത്രജ്ഞന്റെയോ മനോരോഗ വിദഗ്ധന്റെയോ സഹായം ആവശ്യമായ
മാനസിക രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണിതെന്ന് ചിലർ പറയും. മറ്റു പൈശാചിക പ്രതിഭാസങ്ങളെക്കുറിച്ചും ഇതുതന്നെ പറയപ്പെട്ടേക്കാം. എന്നിരുന്നാലും ചില ലക്ഷണങ്ങൾ സാധാരണ അറിയപ്പെടുന്ന രോഗങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും. എന്നാൽ ഇത് തീർച്ചയായും ഇവിടെ പൈശാചിക ഉത്ഭവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രാഗൽഭ്യമുള്ള നല്ല രീതിയിൽ പരിശീലനം നേടിയ നേത്രങ്ങൾക്ക് മാത്രമേ ഈ നിർണായകമായ വ്യത്യാസം തിരിച്ചറിയാനാകൂ. അഞ്ചാമതായി, പൈശാചിക ആക്രമണം, ഇൻഫെസ്റ്റേഷൻ. ആക്രമണങ്ങൾ വീടുകളെയും വസ്തുക്കളെയും മൃഗങ്ങളെയും ബാധിക്കുന്നതാണ്. ഇനി ആറാമതായി, പിശാചിന് അടിമവയ്ക്കൽ, സബ്ജുഗേഷൻ. ഈ തിന്മയിൽ മനുഷ്യർ വീണുപോകുന്നത് പൂർണ്ണ മനസ്സോടെ സാത്താന് സ്വയം സമർപ്പിക്കുമ്പോഴാണ്. അടിമവയ്ക്കലിൻ്റെ ഏറ്റവും പ്രഖ്യാതമായ 2 രീതികൾ പിശാചുമായുള്ള രക്ത ഉടമ്പടിയും സാത്താനുമായുള്ള സമർപ്പണവുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ പൈശാചിക സ്വാധീനത്തിൻ്റെ കാരണങ്ങൾ പ്രധാനമായും 4 ആണ്. 1. ദൈവത്തിൻ്റെ അനുവാദത്തോടുകൂടി. 2. ഏതെങ്കിലും ആഭിചാര പ്രവൃത്തിയുടെ ഇരയാകുന്നത് വഴി. 3. ഗൗരവമുള്ളതും കാഠിന്യമേറിയതുമായ പാപാവസ്ഥ. 4. തിന്മ നിറഞ്ഞ മനുഷ്യരും സ്ഥലങ്ങളുമായുള്ള ബന്ധത്തിലൂടെ. അതുകൊണ്ട് തന്നെ ഫാദർ ആമോർത്ത് പറയുന്നത്, ഭൂതോച്ചാടനത്തിലൂടെ ശരീരത്തെ മോചിപ്പിക്കുന്നതിനേക്കാൾ കുംഭസാരം എന്ന കൂദാശയിലൂടെ ആത്മാക്കളെ പിശാചിൽ നിന്ന് മോചിപ്പിക്കുന്നതിലാണ് അവൻ കൂടുതൽ ക്രുദ്ധനായിരിക്കുന്നത് എന്നാണ്. പ്രാർത്ഥനയും കൂദാശകളുടെ കൂടെയുള്ള സ്വീകരണവും ദാനധർമ്മവും സുവിശേഷമനുസരിച്ച് ഉത്തമ ക്രിസ്തീയ വിശ്വാസം നയിക്കുന്നതും, പ്രത്യേകിച്ച് 10 കൽപ്പനകളും തിരുസഭയുടെ 5 കൽപ്പനകളും പാലിക്കുന്നതും, തെറ്റുകൾ ക്ഷമിക്കുന്നതും, കർത്താവിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധരുടെയും മാലാഖമാരുടെയും സഹായം തേടുന്നതും, ജപമാലയുടെ ശക്തിയും അനുദിന വചന വായനയും പരിപോഷിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്നിൻ്റെ ഐക്യപ്പെട്ട 72 പേരാകാൻ നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.